ബ്രേക്കും പുല്ലും ഒന്നും നിന്നോളൂ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ളൂ സ്വാമി. അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത്? വിൽക്കാൻ തന്നെ. അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ. അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ? എന്തായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം. കാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായത് എടുത്തോണ്ട് വന്നേ. ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് മുടിഞ്ഞു. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കം. അതെനിക്ക് പണ്ടേ അറിയാം സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ? സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരട്ടെ. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചവന്ന് മാറ്റാം. വന്നോളൂ. പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവും. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സിനകത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 5-6 റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ 5-6 കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് ഇറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ? അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണ്. ഞാൻ പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട്. നിങ്ങൾ കമന്റ് അടിച്ചോണം. അശ്ലി ഒന്നും പറയരുത് കേട്ടോ. ഞാൻ വന്ന് വഴക്കുറമ്പോ പേടിച്ചു പോണോ കേട്ടോ. നോക്കുവേ, അല്ല സംസാരിക്കുന്നേ. സംസാരിച്ചിട്ടൊക്കെ പോവാന്ന്. പെമ്പിളിനെ റോഡിൽ നടക്കാൻ സമ്മതിക്കില്ല. മാറിക്കണം. തണുപ്പ് ഐസ് ഫാക്ടറി. അത് ആരാ ഇവിടുത്തെ മാനേജര്? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരാ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്. എന്റെ ബില്ല് പാസ്സായിട്ടോന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? KK സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്? എന്താ നിങ്ങളുടെ പേര്? K കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അത് നിങ്ങളുടെ അളിയനെ? ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെങ്കിലും പറഞ്ഞോ? ക്ഷണിക്കണം. വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത്. നാട്ടിൽ കിടന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ചെറ്റ കുട്ടാ, കാശ് മേടിക്കാൻ എനിക്കറിയാം.
നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക. എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക? ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? കാശിലേ പറ, ഞാൻ കീഴ്ക്കാരനെ മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടാ. എന്തതിങ്ങനെ? ഞാൻ പോവാ. ഓ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. കുര്യമാപ്പിള ഒന്നും ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. സുരേഷ് മേനോന്റെ ആഫീസിൽ ബില്ല് മാറിയോന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞു. അതേനെ, പിന്നെ ഞാനൊരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോന്നാ. ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്ക് അറിയാലോ. അതുകൊണ്ട് രോഹിണി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ വേണ്ടത്? സുരേഷ് മേനോൻ സാറിനോട് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ വായ്പ മേടിച്ചു തരണം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോലെ സംഘടിപ്പിച്ച് തരണം. നോക്കട്ടെ. രോഹിണി ചുമ്മാ അവിടെ ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവില്ല. രോഹിണി തന്നെ സുരേഷ് മേനോൻ സാറിനോട് പറയണം. പറയാം. അത് മതി. നിന്നെ ഞാനിവിടുത്തെ പണിയടച്ച് പിന്നെ മനസ്സിലാക്കി. പിന്നെ നമ്മൾ സാധനം നശിപ്പിക്കുന്നു. ഇറങ്ങി അടിച്ച് പോടാ. എന്താ 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 പോക്കത്തരം കാണിക്കുന്നു. നീ ഇവിടെ വന്ന് പോക്കത്തരം കാണിച്ചോ? എടാ പോക്കത്തരം കാണിക്കുന്നു. എന്തായത്? പോടാ പോടാ. കടയുടെ കടയിലോ ഭ്രാന്ത്. ആ മാഷ് ഒരു ചില്ലി കാശ് തരില്ല. വീട് പട്ടിണിയാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം. എങ്ങനെ? ഇവരാരും സുരേഷ് മേനോനെ കണ്ടിട്ടില്ല. ഞാൻ സുരേഷ് മേനോനായിട്ട് അഭിനയിക്കാം. അവരോട് ഞാൻ ഫോറിൻ ടൂറിന് നാളെ പോവുകയാണ്, 4-5 മാസം കഴിഞ്ഞേ വരൂ, അതിനുശേഷം കാശ് തരുന്ന കാര്യവും പാർട്ട്ണറാവുന്ന കാര്യവും ആലോചിക്കാമെന്ന് പറയാം. തൽക്കാലം രക്ഷപ്പെടായിരുന്നു. എന്താ ആലോചിക്കുന്നത്? ഇതെങ്ങാനും ഓഫീസിൽ അറിഞ്ഞാൽ? ഏയ്, അറിയാൻ വഴിയില്ല. രോഹിണിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ വരുന്ന ഞായറാഴ്ച ഹോട്ടൽ കാസിനോയിൽ വെച്ച് സുരേഷ് മേനോൻ ചെല്ലപ്പമ്പിളയെ കാണുന്നതാണെന്ന് പറഞ്ഞേക്ക്.